സാംസ്കാരിക നഗരിക്കിനി നാടകക്കാഴ്ചയുടെ നാളുകൾ. കേരള അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന്റെ 15ാമത് പതിപ്പിന് ഞായറാഴ്ച തൃശൂരിൽ അരങ്ങുണർന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ നടൻ നാസർ മുഖ്യാതിഥിയായിരുന്നു. ഇനിയുള്ള ഒരാഴ്ചക്കാലം തൃശൂർ ലഹരിയുടെ നാളുകളാണ്. അന്തർദേശീയ ദേശീയ നാടകങ്ങൾ ഉൾപ്പെടെ 15 നാടകങ്ങളാണ് ഇത്തവണത്തെ ഇറ്റ്ഫോക്ക് വേദിയെ സമ്പന്നമാക്കുക. പ്രതിരോധത്തിന്റെ സംസ്കാരങ്ങൾ എന്നതാണ് ഇറ്റ്ഫോക്ക് 15ാം പതിപ്പിന്റെ പ്രമേയം. അപരവിദ്വേഷത്തിന്റെയും അസഹിഷ്ണുതയുടെയും സങ്കുചിതമായ ഇടങ്ങളിലേക്ക് പോകുന്ന മനുഷ്യ മനസ്സുകളെ മാനവികതയിലേക്ക് കൈപിടിച്ചു കയറ്റുന്നതിൽ ഇറ്റ്ഫോക്കിന് വലിയ പങ്കുണ്ടെന്ന് നാടകോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. മനുഷ്യാസ്തിത്വത്തിന്റെ വിവിധ തലങ്ങളെ ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കുന്ന അവിസ്മരണീയമായ നാടകാനുഭവങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അന്തർദേശീയ നാടകോത്സവം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള കലാസ്നേഹികൾക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. ചലച്ചിത്ര താരം നാസർ മുഖ്യാതിഥിയായ ഉദ്ഘാടന സമ്മേളനത്തിൽ സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഗിരീഷ് കർണാടകിന്റെ ഹൈവന്ദന അരങ്ങിലെത്തി. तुम्हें पता है पावन तिथि में चोरों का उत्पात बहुत बढ़ गया है। हाँ ये तो अच्छा हुआ वैसे मिल गई है, वरना तुम्हें कोई दारोगा के हवाले कर देता। 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഇറ്റ്ഫോക്ക് 15ാം പതിപ്പിൽ 10 ഇന്ത്യൻ നാടകങ്ങളും 5 വിദേശ നാടകങ്ങളുമാണ് അവതരിപ്പിക്കുക. 34 പ്രദർശനങ്ങളാണ് ഉണ്ടായിരിക്കുക. കൈരളി ന്യൂസ്, തൃശൂർ.